നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18, 2025 വ്യാഴം. അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നഷ്ടത്തോടുകൂടി ഇന്നും മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തൽഫലമായി 3 മാസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 22 ശേഷം തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനിൽ നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറിയുമായിരുന്നു. സെൻസെക്സിലും ഇന്ന് ഏകദേശം 500 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടായുള്ളൂ. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിലും ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാർക്കറ്റ് ഓപ്പൺ ആയി ഉടനടി തന്നെ മാർക്കറ്റ് ഇന്ന് ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്ന് രാവിലെ 9:45 നിഫ്റ്റിക്ക് അതിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലോയ്ക്ക് തൊട്ടുമുകളിലായിട്ട് 25,726 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് മാർക്കറ്റിന് നേട്ടത്തിലേക്ക് തിരികെ വരുവാൻ സാധിച്ചെങ്കിലും തുടർന്ന് ഉച്ചയ്ക്ക് 2:45 25,902 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. തുടർന്ന് വീണ്ടും മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്ന് 3 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,815 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 77 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 13 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും NSEയിൽ ഇന്നാകെ 1106 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1710 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സൺ ഫാർമ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടാറ്റ സ്റ്റീൽ, NTPC, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, മാക്സ് ഹെൽത്ത് കെയർ, TCS, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനുമായി. ഇന്നും തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും ബോർഡർ മാർക്കറ്റ്സുകൾക്കും നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയാണ് ഉണ്ടായത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.2% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.4% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് ഇന്ന് നോക്കുമ്പോൾ റിയാലിറ്റി, IT തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഓട്ടോ, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും നേട്ടം കൈവരിക്കുവാനായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 12 പൈസയുടെ നേട്ടത്തോടുകൂടി 90.25 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേരിയ നഷ്ടത്തിലാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. 2-3 ഘടകങ്ങൾ പോസിറ്റീവ് ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിച്ചപ്പോൾ അതേസമയം തന്നെ മറ്റ് 3-4 ഘടകങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും സ്വാധീനിക്കുകയുണ്ടായി. ഇവയുടെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള പ്രകടനത്തെ തുടർന്നാണ് മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ആദ്യമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്ന ഇടിവിന്റെ ഫലമായിട്ട് പല സ്റ്റോക്കുകളിലും വാല്യുവേഷൻസ് അട്രാക്റ്റീവായി മാറിയതിനെ തുടർന്ന് ഇന്ന് വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. 16 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം കൂടാതെ ഈ ഡിസംബർ മാസത്തിലെ ഫസ്റ്റ് ബൈയിങ്ങും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും 1171 കോടി രൂപയ്ക്ക് വരിക തന്നെയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്നലെ വന്ന ഈ ഒരു ബൈയിങ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ ഒരു പരിധിവരെ ഉയർത്തുവാനുമായി. നിലവിൽ ലോകത്താകമാനം കഴിഞ്ഞ 1 വർഷത്തിലേറെ കാലമായി AI സ്റ്റോക്കുകളിൽ അവിശ്വസനീയമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. എന്നാലും ഏതാനും മാസങ്ങളായി നിലവിൽ US മാർക്കറ്റ് അടക്കം AI സ്റ്റോക്കുകളുടെ വാല്യുവേഷൻസിൽ ഉയർന്ന ആശങ്ക മൂലവും മാത്രമല്ല AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത മറ്റുള്ള ആശങ്കകളെ തുടർന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങുന്ന കാഴ്ചയാണ് 1 മാസത്തിലേറെ കാലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രകടമാകുന്നത്. അത് നമ്മൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ടു. USലെ പ്രധാനപ്പെട്ട സ്റ്റോക്കായ ഒറാക്കിളിന്റെ അടുത്ത ഡാറ്റാ സെന്ററിലേക്കുള്ള നിക്ഷേപത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റർ $10 ബില്യൺ നിക്ഷേപത്തിൽ നിന്നും പിൻവലിഞ്ഞതിനെ തുടർന്ന് സിംഗിൾ ഡേ കൊണ്ട് ഒറാക്കിളിന് 2.8% ഇടിവ് ഇന്നലെ സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്താകമാനമുള്ള നിക്ഷേപകർ AI സ്റ്റോക്കുകളിൽ നിന്നും പിൻവലിയുന്നത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകളുടെ മുകളിലുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നുമുണ്ട്.
ഇതിനു പുറമെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തി പ്രാപിക്കുവാനുമായി, കൂടാതെ 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം അമേരിക്കൻ ഡോളറിനെതിരെ 1 രൂപയുടെ മുകളിൽ നേട്ടം കൈവരിക്കുവാനുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ ഇന്നും ഇന്ത്യ വിക്സ് 1.42% ഇടിവ് ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. 9.70 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ വിക്സ് 10 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയും ഉണ്ടായില്ല. 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വിക്സ് അൾട്രോ കൂൾ ഓഫ് ആയിട്ട് മാറുകയും ഉണ്ടായത്. ഇന്ത്യ വിക്സിൽ ഇന്നും തുടർന്ന ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനു പുറമെ 3-4 ട്രേഡിംഗ് സെഷനായിട്ട് ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന നിഫ്റ്റി ഐടിക്ക് ഇന്ന് നേട്ടം കൈവരിക്കുവാനുമായി, കൂടാതെ നിഫ്റ്റി ഐടി ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ L&T മൈൻട്രിയും ഒറാക്കിൾ ഫിൻസർവീസിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 8 സ്റ്റോക്കുകൾക്കും ഇന്ന് 0.5% മുതൽ 2% നേട്ടവും കൈവരിക്കുവാനായി. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായിരുന്നെങ്കിലും മറ്റ് 3 കാരണങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിന് പ്രതികൂലമായി മാറുകയുണ്ടായി. അവയെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ജോബ് ഡാറ്റ വന്നതിനെ തുടർന്നും AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ഭീതിയും മൂലം S&P 500-നും നാസ്ഡാക്കിനും 1%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല, അതിന്റെ ഒരു പ്രതിഫലനത്തെ തുടർന്ന് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റിൽ ആരംഭിച്ച ഇടിവിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായി മാറിയതാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും വീക്കാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഇന്ത്യൻ ഓട്ടോ സെക്ടറിൽ അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 2%-ലേറെ ഇടിവ് നേരിട്ടുകൊണ്ട് അതിന്റെ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ടും എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും എണ്ണക്കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇന്നും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 148 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 6:45 യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് UK മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.5% നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $59.79 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.15 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് വ്യാപാരത്തിൽ തുടരുമ്പോൾ ഗോൾഡിൽ നിലവിൽ $13 ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,324.88 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. MCX കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായി 1:5 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് January 2, 2026 ആണെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. HRS ആലുഗ്ലേസ് ഇന്ന് സ്റ്റോക്ക് SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 31% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ടാറ്റ പവർ 2000 കോടി രൂപ സമാഹരിക്കാൻ ബോണ്ട് വിൽപ്പനയിലൂടെ കമ്പനി ലക്ഷ്യം വെക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. എക്സോ നോബിൾ ബ്ലോക്ക് ഡീൽ വഴി ഗോൾഡ്മാൻ സാച്ചസ് 106 കോടി രൂപ വില വരുന്ന ഓഹരികൾ സ്വന്തമാക്കുകയുണ്ടായി. ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് കമ്പനിയുടെ CEO ആയ ശ്രീ ബബീഷ് അഗർവാൾ ഇന്നും ഓഹരികൾ വിറ്റഴിക്കുകയുണ്ടായി. തൽഫലമായി ഇൻട്രാഡേ ബേസിസിൽ 5% ഇടിവ് സ്റ്റോക്കിൽ നേരിട്ടതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് അതിന്റെ 52 വീക്ക് ലോയും ടച്ച് ചെയ്യുകയുണ്ടായി. ICIC ബാങ്ക് ലിമിറ്റഡ് മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്കുള്ള സേവനങ്ങൾക്ക് 237.9 കോടി രൂപ ആവശ്യപ്പെട്ട് GST നോട്ടീസ് ലഭിക്കുകയുണ്ടായി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഏറ്റവും മോശ തടസ്സഘട്ടം അവസാനിച്ചെന്നും നെറ്റ്വർക്ക് 2200 വിമാനങ്ങളിലേക്ക് പുനഃസ്ഥാപിച്ചതായും CEO അറിയിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.